കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്തിൽ പോലീസുകാരുടെ പങ്കാളിത്തം അതീവ ഗൗരവത്തോടെ കണ്ട് ആഭ്യന്തര വകുപ്പ്. 2 ആഴ്ചയ്ക്കുള്ളിൽ മയക്കുമരുന്ന് മാഫിയയെ സഹായിച്ച 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് കരിപ്പൂരിൽ സസ്പെൻഷനിലായത്. സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിൽ പോലീസുകാർ ലഹരി മാഫിയയുടെ ഭാഗമാകുന്നുവെന്ന വിവരങ്ങളാണ് കരിപ്പൂരിൽ നിന്ന് പുറത്തുവരുന്നത്. ലഹരിക്കടത്ത് കേസിലെ പ്രതികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും ഒത്താശ ചെയ്യുകയും ചെയ്ത കരിപ്പൂർ സ്റ്റേഷനിലെ CPO ഗോവിന്ദരാജിനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത്. സ്റ്റേഷനിൽ PRO ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗോവിന്ദരാജ് ലഹരി മാഫിയയുമായി അടുത്ത ബന്ധം പുലർത്തിയെന്ന് കൊണ്ടോട്ടി ASP നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ കരിപ്പൂരിൽ MDMA സൂക്ഷിച്ചതിന് 4 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ഈ കേസിലെ പ്രതികളെയാണ് ഗോവിന്ദരാജ് സഹായിച്ചതായി സ്പെഷ്യൽ ബ്രാഞ്ചും ASPയും കണ്ടെത്തിയത്. എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ദിവസങ്ങൾക്കിടെ കരിപ്പൂർ സ്റ്റേഷനിൽ നിന്നുണ്ടാകുന്ന രണ്ടാമത്തെ അച്ചടക്ക നടപടിയാണിത്. കരിപ്പൂർ എയർപോർട്ടിൽ 2 കിലോ MDMAയുമായി പെരിന്തൽമണ്ണ സ്വദേശി പിടിയിലായ സംഭവത്തിൽ ലഹരി സംഘത്തെ സഹായിച്ചതിന് ചേളാരി സ്വദേശിയായ CPO ധനേഷിനെ DRI പിടികൂടിയത് ദിവസങ്ങൾക്ക് മുൻപാണ്. തുടർന്ന് അന്വേഷണ വിധേയമായി ജില്ലാ പോലീസ് മേധാവി ധനേഷിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. നേരത്തെ കരിപ്പൂരിൽ CIയുടെ ഡ്രൈവറായിരുന്ന ധനേഷ് ലഹരി സംഘത്തിന് ഒത്താശ ചെയ്തതായി സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിരുന്നു. സംഭവത്തിൽ ഉന്നതരടക്കം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഇപ്പം ഞാൻ സസ്പെൻഡ് ചെയ്തേക്കുന്നതും ഇതിന് മുന്നേ എടുത്തൊരു കേസായിരുന്നു. അതിൻ്റെ അകത്തുള്ള 4ാം പ്രതിയായിട്ട് സ്റ്റേഷനിലുള്ള കുറച്ച് ആൾക്കാർക്ക് ഒരു കണ്ണൈവൻസ് ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ പേരിൽ എൻക്വയറി നടത്തി അതിൻ്റെ ബേസിസിലാണ് ആളെ സസ്പെൻഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ വേറെ 2 പേരും ഉണ്ട്. നമ്മൾക്ക് എൻ്റെ ഡിസിപ്ലിൻ അതോറിറ്റി ഞാനല്ലാത്തതുകൊണ്ട് ഞാൻ റിപ്പോർട്ട് അതായത് ഡിസിപ്ലിൻ അതോറിറ്റിക്ക് ഞാൻ അയച്ചിട്ടുണ്ട് അവിടെ നടപടി ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ വളരെ ഗൗരവമായിട്ടാണ് ഞാൻ പേഴ്സണലി അത് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇനിയും കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കരിപ്പൂർ സ്റ്റേഷനിലെ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകളും മുൻകാല ചരിത്രവും പരിശോധിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, മലപ്പുറം.